ഒരു കർഷകയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. തൊടുപുഴ ആലക്കോട് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ്. ഇവിടുത്തെ ഒരു പ്രധാന വിള എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. ഒപ്പം തെങ്ങുണ്ട്, റബ്ബറുണ്ട്, അങ്ങനെ സമ്മിശ്ര വിളകളുടെ ഒരു നാടാണ് ആലക്കോട് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ അവിടെ വരുമ്പോൾ നല്ലൊരു വീട്ടമ്മ, മോളി എന്നാണ് ആ വീട്ടമ്മയുടെ പേര്, ആ വീട്ടമ്മയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആ വീട്ടമ്മയുടെ ഒരു പ്രധാന സക്സസ് എന്ന് പറയുന്നത് എല്ലാ വിളകളും പരിപാടി മൾട്ടി ക്രോപ്സ് ആണ് ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ കാണാൻ കഴിയുക. അതിനൊപ്പം തന്നെ അവർ എല്ലാം തന്നെ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, പൊഴിഞ്ഞു വീഴുന്ന ചക്ക പോലും അവർ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്, അതിനൊരു വിപണി കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു കർഷകയാണ്. നല്ലൊരു കൃഷി സ്ഥലമാണ്. എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ ഇപ്പം ഫലവർഗ്ഗങ്ങളായിട്ട് റബ്ബർ വെട്ടി, റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, പിന്നെ അബിയു, അങ്ങനെ ഒരു 10-35 ഫലങ്ങളാണ് പ്രധാനമായിട്ട്. അതിനുള്ള വരുമാനമുണ്ടോ അതിൽ നിന്ന് വരുമാനം വർഷങ്ങളായിട്ട് കിട്ടും എന്നുള്ളതല്ല. ഇപ്പൊ 13 വർഷമായതുണ്ട്, 8 വർഷമായതുണ്ട്. പല അല്ല, ഞാൻ ചോദിച്ചാൽ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ട്. റബ്ബർ വെട്ടി മാറ്റിയിട്ടെന്ന് പറയുമ്പോൾ റബ്ബർ ഒരു ആദായമായിരുന്നു. പക്ഷേ പണിക്കാരുടെ ദൗർബല്യം. പക്ഷെ നമ്മൾ തന്നെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചാൽ അന്നേരം ആ റബ്ബർ വെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫ്രൂട്ട് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് ആയി വരാൻ, ക്രോപ്പായി വരാൻ ഏകദേശം ഒരു 2-3 വർഷം എടുക്കും. 3 വർഷം എടുക്കും. ആ 3 വർഷം നമ്മൾ വെറുതെ ഇരിക്കണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഇടവളയായിട്ട് പച്ചക്കറി, വാഴ, ഇങ്ങനെയുള്ള തനതായ കൃഷികളെല്ലാം. അത് ഇടവളയായിട്ട് ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, കാച്ചില്, അങ്ങനെ നടുതലയായിട്ടുള്ള എല്ലാം. പച്ചക്കറികളാണെങ്കിൽ മണിനടിയോടെ കൂർക്ക, അങ്ങനെ പയറുവർഗ്ഗങ്ങള് എല്ലാം. നമുക്ക് 6 ഏക്കറിൽ നിന്ന് ആദായമായിട്ട് പ്രോഫിറ്റ് ആയിട്ട് ഒരു വർഷം എത്ര ഉണ്ടാക്കാൻ പറ്റും? പ്ലാവിന്റെ ഇനത്തിലേക്കാണെങ്കിൽ ഫലവൃക്ഷങ്ങളിൽ വമ്പനും രാജാവുമായിട്ട് നിൽക്കുന്നത് ഇപ്പം ചക്കയാണല്ലോ. ചക്കച്ചുള വിറ്റ് എന്ന് പറയാൻ അത് നമ്മള് മെയിൻ ആയിട്ട് എടുത്തതല്ല, ഒരു സൈഡ് ബിസിനസ് ഒന്നും അല്ല, ഒരു ആസ്വാദ്യര ഒരു പണി. ഞങ്ങൾ ചുമ്മാ ഇരിക്കുന്നു. ചക്ക ബിസിനസ് ഉണ്ടല്ലേ? ചക്കച്ചുള ഇങ്ങനെ തൊലി കളഞ്ഞ ശേഷം ചകിണി പറിച്ച് നാടൻ ഭാഷയെ പറഞ്ഞ അത് നമ്മളിപ്പം വിപണിയിൽ എത്തിച്ചാൽ 1 കിലോ 1.5 കിലോ പാക്കറ്റുകളാക്കി കൊടുത്തു കഴിഞ്ഞാൽ റെഡി ടു കുക്ക്. അരമണിക്കൂറിനുള്ളിൽ. ഇവിടെ ഇപ്പൊ മാർക്കറ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മളത് കണ്ടെത്തണം. അത്യാവശ്യം ആളുണ്ട് മേടിക്കാൻ. ഇപ്പൊ നമ്മളിപ്പോ അത് ഇവിടെ നടത്തുക. ഇപ്പൊ നമുക്ക് കാർഡ്സ് പോലുള്ളവരുണ്ട്, ഹോട്ടലുകളായിട്ടുള്ളവരുണ്ട്, പലചരക്ക് കടകളായിട്ടുള്ളവർ നമ്മളോട് ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നു. ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നോ ജോബിന്, അതുപോലെ നമ്മളെ തേടി എത്തുന്നുണ്ട്. ഡ്രൈ ആയിട്ട് ചക്കച്ചുള ഉണക്കാനുള്ള ഇതിലേക്ക് ശ്രമിച്ചിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ മെഷീൻസ്, ടൂൾസും എല്ലാം നമ്മൾ അടുത്ത മാസത്തോടു കൂടി എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മളപ്പം അല്ലാതെ തന്നെ ചക്കച്ചുള വിൽക്കുന്നത്? അല്ലാതെ ചക്കച്ചുള പച്ചക്ക് തന്നെ. അതിൽ നല്ലൊരു വരുമാനം ഉണ്ടോ? അതിപ്പോ ഞങ്ങളൊരു ഡിസംബർ തൊട്ടൊരു ജൂൺ വരെ, ചിലപ്പോ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഉണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് നേരത്തെ ആകും. ഇപ്രാവശ്യം കുറവാണ്. അപ്പോൾ 1-1.5 കിലോ പാക്കറ്റുകളിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ റെഡി ടു കുക്ക്. 1 കിലോയ്ക്ക് എന്നാ റേറ്റ് വരുന്നോ? അത് ആദ്യമൊക്കെ ആണെങ്കിൽ 100, 125, 80, 85. ഈ സീസണിൽ 80, 70 അങ്ങനെയൊക്കെ വരും. പല സീസൺ അനുസരിച്ച്. സീസൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഇല്ല ഇതിനോട്. ഏതാ കൊടുക്കുന്നത്? വരിക്കാണോ? അങ്ങനെയില്ല, പുഴുങ്ങാനാകുമ്പോ വരിക്കയും കൂഴ എടുക്കും. പഴത്തിനൊക്കെ ആകുമ്പോ വരിക്ക. എല്ലാരും ബഡ് പ്ലാവ് കൃഷി ചെയ്യുന്നുണ്ടല്ലോ. കൃഷി ചെയ്തൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് എന്താ ചിന്തിക്കാഞ്ഞേ? അതിനോട് അത്രേ ചക്ക വലിപ്പം കുറവ്, ചുള കുറവ്, പിന്നെ അതിന്റെ ഈ വിയറ്റ്നാം സൂപ്പർ ലെയർലി എന്നൊക്കെ പറയുന്നത് ഒന്നും ഇല്ല അതിനകത്ത്. അത് ശരി തനി പോടാ എന്നേ പറയാൻ പറ്റുള്ളൂ. ആദ്യ കാലങ്ങളിലൊക്കെ മഞ്ഞൾ, രാഗിയൊക്കെ ചുളയ്ക്ക് എന്നാ ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ 10-25 ചുളയൊക്കെ കിട്ടും. ഇതെന്ന് പറയുമ്പോൾ നാടൻ പ്ലാവ് ഒരു 25 കിലോ 30 കിലോ, ആവറേജ് ഒരു 15 മുകളിലേക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ കായുള്ള സമയത്താ അത് ഡിസംബർ തൊട്ട് തുടങ്ങിയ ഏതാണ്ട് ജൂൺ ജൂലൈ വരെയൊക്കെ, ഓഗസ്റ്റ്. സ്ഥിരമായിട്ടെന്ന് പറയാം. അതെന്ന് വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് നീളും. ഇപ്പൊ കായ്ക്കുന്നത് വരെ ഉണ്ട്. ആവറേജ് ഒരു ദിവസം എത്ര കിലോ? ഒരു 10-30-35 കിലോ ഒക്കെ ഒരു ദിവസം വിൽക്കാൻ പറ്റുന്നുണ്ട്. ശരാശരി നമുക്ക് ഒരു 100 രൂപ കൂട്ടാം അല്ലേ? 70 രൂപയൊക്കെ കൂട്ടി നമ്മള് ഒത്തിരി അധികം ലാഭമൊന്നും നോക്കുന്നില്ല. 70 രൂപ എന്നാലും നല്ല ലാഭമല്ലേ? അതെ. നമുക്ക് ലാഭം എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അതിന് കഷ്ടപ്പാടില്ലേ പണിക്കാരെ. ഞാൻ പറഞ്ഞത് പണിക്കാരുണ്ടോ? പണിക്കാരെ വെച്ചാണെങ്കിൽ ഒന്നും കിട്ടാനില്ല. അവര് എന്താ പറയുന്നത്, അവരാ സമയത്തല്ലേ ചെയ്യത്തുള്ളൂ. ഇതിപ്പോ നമ്മള് സമയം നോട്ടമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം, നല്ലൊരു ലാഭമല്ലേ ഇത്? കുഴപ്പമില്ല. 2000-2500 രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും. അത് നിസ്സാരമല്ലല്ലോ. അല്ല,
വേറെ ചെലവുമില്ല ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാവിന് വേറെ ഇത് ചെയ്യണം. ആ ഇല്ല. ചേച്ചി അതന്നെ ചക്ക ചേച്ചി കിടക്കുന്നു. അതായത് പേര് പറഞ്ഞ ഫുട്ബോൾ എന്നുള്ള ഇതിലാണ്. ഫുട്ബോൾ ചക്കയെ ഫുട്ബോളിന്റെ വലിപ്പം ഇല്ലല്ലോ അതിന്. വലിപ്പം ഉണ്ട് മൂത്ത് വരുമ്പോ അത്ര എത്തുള്ളൂ. ക്രിക്കറ്റ് ബോളിന്റെ ക്രിക്കറ്റ് ബോൾ തൊട്ട് ഫുട്ബോൾ ഉണ്ടായി കിടപ്പുണ്ടല്ലേ. കൊലയായിട്ടാണ് കിടക്കുന്നത്. ശരിക്കും അത്രേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ. അത് ഏത് ഇനവാ? അത് വരിക്കയാണ്. വരിക്ക തന്നെയാണ്. അന്നേരം അത് ആ ചുള എത്രയാണ് കാണും പറഞ്ഞത്? അത് ഞാനും ഉപ്പയും ഞങ്ങൾ രണ്ടുപേർക്ക് വയറ് നിറച്ച് കഴിക്കാനുണ്ട്. അത്രയും ചുളയുണ്ട്. 1 കിലോ കിട്ടുമോ? 1 കിലോ അതിൽ കൂടുതൽ കിട്ടുമായിരിക്കും. ആണോ? 10-30 ചുള എന്നാണേലും ഉണ്ട്. നല്ല മധുരമുള്ളതാണ്. ഇത് നിറച്ച് ചുളയുണ്ടല്ലേ? നിറച്ച് ചുള, മടലിന് കട്ടിയില്ല. കൂഞ്ഞിക്കുള്ള കട്ടി പോലും തൊലി മടലില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാ കുരുവൊക്കെ നല്ലതാ. ഇപ്പൊ ഒരാൾക്കല്ല 2 പേർക്ക് തിന്നാനില്ലേ? മരം തന്നെ കളയണം എന്ന് നടത്തുമായിരുന്നു. ഇത് വേറൊരു ഇനം. തിന്നോക്ക്. നമ്മളവരുടെ കൃഷിയിടത്തിലേക്കുള്ള നടത്തത്തിലാണ്. ഒരു തോട്ടിൻകരയിലൂടെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തെങ്ങും കവുങ്ങും പലവിധ എന്താ പറയുക കൃഷി വിളകൾ ഇങ്ങനെ കാണാം. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ, അതുകൊണ്ട് ഈ തോടൊക്കെ നന്നായിട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ടുണ്ട്. ചേച്ചി റംബൂട്ടാൻ നല്ല ആദായമാണോ ചേച്ചി? ആദായം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് എത്രാം വർഷം ഇത്? ഇതിപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. ആദായം എന്ന് വെച്ചാൽ എങ്ങനെ ഒരു മരത്തിന് എത്ര കിലോ കിട്ടും? ഇതിൻ്റേത് ഒരു 50 കിലോ എന്ന് പറയാമെന്നാണ് തോന്നുന്നത്. 50 കിലോ ഒരു മരത്തേന്ന് കിട്ടും. 13 വർഷമായതൊക്കെ ഒരു 100-150 ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ലാഭം. എത്ര രൂപയ്ക്ക് കിലോ കൊടുക്കുന്നത്? അന്നൊക്കെ 160-200 അടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 130. ഇപ്പം നമ്മൾ റംബൂട്ടാൻ കായ്ച്ചു തുടങ്ങി, ആദായം എടുത്തു തുടങ്ങി. ഓക്കെ. അപ്പം നമുക്കൊരു ലാഭത്തിലേക്ക് എത്തി വരുന്നു. എന്നുവെച്ചാൽ ലാഭം എന്ന് പറയാൻ ഈ 3 വർഷം, മറ്റേത് 7 വർഷം കൊണ്ടല്ലേ ആകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയോടാണ് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ഫാമാണ്, ഫാം ടൂറിസത്തിലേക്ക് നീങ്ങാം. അങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ട്. ചേച്ചി നമ്മൾ എന്താ സ്ഥലം ചെയ്യുന്നു? ഇവിടെ ഉണ്ട് ഞങ്ങളിവിടെ ഒരു 6 ഏക്കർ അടുത്ത് സ്ഥലത്ത്. 6 ഏക്കർ മൊത്തം ആദായമാണ്. ആദായം എന്ന് പറയാൻ 1 ഏക്കർ റബ്ബർ. അത് തന്നതായിട്ട് നമുക്ക് കിട്ടുന്ന നല്ല ആദായമാണ്. ഒരു 10-12 വീപ്പയോളം ഇപ്പൊ നമ്മള് വേനൽ കൃഷിയില്, അതായത് എന്താ പറയാ, ഈ പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ ഉള്ള സമയത്ത് ജനുവരി വരെ അതാണ്ട്. ഫ്രൂട്ട്സിന് അതുപോലെ മാർക്കറ്റ് ഉണ്ടോ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വിപണന സാധ്യത വരുന്നത് എപ്പോഴും നമ്മൾ കണ്ടെത്തുക എന്നുള്ള മേഖലയായത്. അതൊരു ടാസ്ക് ആണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ അത്ര ടാസ്ക് അല്ല. അതായത് നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്താൽ നമുക്ക് വിഭവം വിളവായി കഴിഞ്ഞാൽ എടുക്കാൻ ആളുണ്ട്. പിന്നെ എപ്പോഴും അതിനെ ശുശ്രൂഷിക്കേണ്ട ഒരു ഇതില്ല. ഒരു സീസണിൽ മാത്രമാണിത്. ഇത് ആഞ്ഞിലല്ലേ ചേച്ചി? ഇത് ആഞ്ഞിലിക്ക വിള എന്ന് നാട്ടിൽ പറയും. ഇതിനൊരു മാർക്കറ്റ് ഇല്ലേ ചേച്ചി? നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നല്ല നമ്മളത് വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ ഉണ്ടെന്നാണ് എറണാകുളത്തൊക്കെ. നമ്മൾ പറിക്കണമല്ലേ? പറിക്കണം. അതിപ്പോ ഉയരങ്ങളിലാകുമ്പോഴേ. പിന്നെ ഇതൊരു നല്ല ഫ്രൂട്ട് അല്ലേ ഇത്? അതെ. ഇതൊരു നല്ല വിലക്ക് വിൽക്കാൻ പറ്റുമോ? വിൽക്കാം ഏതാണ്ടൊക്കെ. പക്ഷെ നമ്മളത് അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങളിങ്ങനെ ചക്കയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നോണ്ടാ ചോദിച്ചത്. അല്ല, അതിപ്പം നമ്മളിപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ ചക്കയൊക്കെ വിപണിയിൽ ഇത് ശരിക്കും ഒരു 80 പ്ലാവ് എന്നൊക്കെ പറയുമ്പോഴത്തേനും 4-5 പറമ്പിലേത് കിടന്ന് ചീഞ്ഞ് പുഴുത്തു പോകുന്ന ആ സംസ്കരിച്ചങ്ങ് കൊടുക്കുക എന്നുള്ളൊരിതാണ് ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട്. മക്കൾ കൂടി ഇല്ലല്ലോ. നാടൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാലിന്യവും ഇല്ല, വിഷാംശം ഒന്നും ഇല്ലാത്തൊരു പഴവർഗ്ഗമാണ്. കമുക് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ടോ? ധാരാളം ഉണ്ട്. ഏതാ ഇനം ചെയ്യുന്നത്? അതായത് ഇന്റർമംഗള ഉണ്ട്, കുള്ളൻ കമുകുണ്ട്, അതുപോലെ കാസർഗോഡനുണ്ട്. എല്ലാ ഇനങ്ങളും ഉണ്ട്. തനി നാടനാണ്. കാസർഗോഡൻ എന്ന് പറയുന്നത് എവിടെയും നിലനിൽക്കും, പൊക്കം വെച്ചിട്ട് വലുതായി പോകും. ഇത് എന്തര സ്ഥലത്ത് ചെയ്യുന്നുണ്ട് മൊത്തം? ഇതിപ്പോ ഒരു 1.25 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. കമുക് തന്നെ ചെയ്യുന്നുണ്ട്. അത് ഇടവിളകില്ലേ? കമുക്, തെങ്ങ്, ഇതിനിടയ്ക്ക് ഫലവൃക്ഷങ്ങള്, എല്ലാ വകുപ്പും ഉണ്ട്. പച്ചക്കറിയുണ്ട് അതിനിടയ്ക്ക്. വെള്ളത്തിന് ക്ഷാമമുണ്ടോ? വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല. വെള്ളം ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, കമുകിന് നല്ലോണം വെള്ളം വേണം. കമുകിന് നമ്മൾ നന്നായിട്ട്. അതൊരു 40 വർഷം തൊട്ട് കീപ്പോട്ടുള്ളതുണ്ട്. അത്ര നാളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു ആദായമാണ്. നല്ല ആദായമാണ്. ഇപ്പൊ ഏതാണ്ട് 500 രൂപ മെച്ചം വരുന്നുണ്ടെന്നുള്ളതാണ് അറിയാം. മേലോട്ട, കീഴ്പോട്ടല്ല. നല്ലൊരു ഇതാണ്. ചെലവില്ലെന്ന് തോന്നുന്നു. ചെലവ് നന്നായിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ടാണ് ഞങ്ങളിപ്പോൾ
പുതിയത് വെച്ചിരിക്കുന്ന ഒരു 10,000 കമ്പ് തൈകൾ ആ ആ ആ. അഡീഷണൽ വെച്ചിട്ടുണ്ട്. അല്ല ചെലവെന്ന് പറഞ്ഞാൽ എന്താ അതിനുണ്ടാകുന്നത്? ചിലവെന്ന് പറയാൻ നമ്മൾ ആദ്യത്തെ കൃഷി കഴിഞ്ഞ് പിന്നെ വളം ചെയ്യല്, കാട് തെളിക്കല്, അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഒരു 3 വർഷം കൊണ്ട് ഇത് നമുക്ക് കായ്പിക്കാം. എന്നാലും നല്ല ലാഭമാണ്. ഒരു ലാഭക്കുറവ് ഇന്നത്തെ വില വെച്ചില്ല. ഇത് പറിക്കാൻ ആളെ കിട്ടാഴി ഒരു ബുദ്ധിമുട്ടില്ലേ? അതിനിപ്പോൾ അരിക്കനെട്ട് ക്ലൈംബർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിലത്ത് നിന്ന് പറിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്. അല്ല, ഒരു കാലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ആൾക്കാരുണ്ടായിരുന്നു മരം കയറാനായിട്ട്, നാടൻ തെങ്ങ് കയറ്റക്കാര് അങ്ങനെയുള്ളവരൊക്കെ ഇതിനായിട്ട് സ്പെഷ്യൽ അല്ല നമുക്ക് ചെയ്തു തരുമായിരുന്നു. ഇപ്പൊ അതിന്റെ ദൗർലഭ്യം കാരണമാണ് നമുക്ക് ഏതാണ്ട് അരിക്കനെട്ട് ക്ലൈംബർ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിലേക്കൊക്കെ മാറി മെക്കനൈസേഷൻ ആയി. നമുക്ക് എന്താ അതിൽ നിന്ന് ഈ ഒരു 200 മരത്തിൽ നിന്ന് എത്ര ആദായം കിട്ടുമായിരുന്നു? അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ഈ കാർഷിക വൃത്തിയിൽ നിന്ന് തന്നെ നമ്മൾ അവരെ കയറ്റിയെടുത്തതാണ്. ഇതിങ്ങനെ കൃഷിയായിരുന്നു. 2 പേര് എഞ്ചിനീയർ, നേഴ്സ്, ഡോക്ടർ. ഈ തലങ്ങളിലെത്തിക്കണമെങ്കിൽ അതിൻ്റെതായ അധ്വാനം നമുക്ക് വേണം. അത് നമ്മൾ അഗ്രികൾച്ചർ കൊണ്ട് തന്നെ അഗ്രികൾച്ചർ കൊണ്ട് തന്നെ നമ്മൾ കാർഷിക വൃത്തിയാണല്ലോ, നമ്മൾ പരമ്പരാഗതമായിട്ട് കാർഷിക വൃത്തിയാണ്. എൻ്റെ കുടുംബത്തും അത് ഇവിടെ അല്ല പുളിപ്പയർ. അത് 18 മണി എന്ന് പറഞ്ഞ നല്ല നീണ്ട ഒരു പൊളിച്ച് കറി വെക്കുന്ന പുളിപ്പയർ പൊട്ടിച്ച് കഴിയുമ്പോൾ പയറുമണികളായിട്ട് ഇങ്ങനെ നല്ലോണം ഉണ്ടാകും. ഒരു 4 ചോട് ഉണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ട് 1 കിലോയ്ക്ക് എന്ന് പറഞ്ഞാൽ കിട്ടും. ഈ പയറും മറ്റേ പയറും തമ്മിലുള്ള വ്യത്യാസം? ഇത് വള്ളിപ്പയർ. ഇതങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റില്ല. ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ടേസ്റ്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വഴറ്റിയെടുക്കാനും. ഇതാണ് ചാഴി എന്ന് പറയുന്നത്. മുട്ടയിടുമല്ലേ? മുട്ടയിടുകയല്ല, ഇവന് ഇതെല്ലാ ഇലകളിലും പോയി. അപ്പോൾ ഇതിന് നമ്മൾ ചെറിയ കാന്താരി മുളകിൻ്റെ ഒക്കെ എമൽഷൻ, അതാണ് ഇവനെ ഓടിക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് സോപ്പ്, വേപ്പിൻ പിണ്ണ, ഇതിന്റെ വേപ്പെണ്ണ ഇതൊക്കെ ഒഴിച്ച് ചെയ്യാം. അപ്പൊ ആ മണത്തിലാലെ ഇവര് ഓടിക്കോളും. ഇത് നന്നായി മൂത്തല്ലോ. ഞങ്ങൾ പറിക്കുന്നുണ്ട്. വിത്തിനിട്ടിരിക്കുന്നതാ. അതെ അതെ. നാടൻ വെള്ളരിയല്ലേ? നാടൻ വെള്ളരിയാണ്. ഇത് എത്ര കിലോ വരെ എത്തും? ഒരു 4 കിലോ വരെയൊക്കെ എത്തുന്നുണ്ട്. പച്ചക്കറി കുറെ ചെയ്യുന്നുണ്ടോ? പച്ചക്കറി എല്ലാം ഉണ്ട്. പന്തലിൽ വളരുന്നത്, നോൺ പന്തൽ, അടിയിൽ വളരുന്നത്. അപ്പൊ ഇത് പന്തലി വളരുന്നത് എന്ന് പറയുന്ന പയറ്, പാവല്, കോവല്, പിന്നെ പീച്ചിലിങ്ങ, ചൊരയ്ക്ക, പടവലങ്ങ, ഇതൊക്കെയുണ്ട്. നിലത്തൂടെ മത്തൻ, കുമ്പളം. ഇത് നമ്മൾ വിൽക്കാനാണോ അതോ സ്വന്തം ആവശ്യത്തിനാണോ? സ്വന്തം ആവശ്യത്തിന് വെച്ചുള്ള വിൽക്കും. അതെല്ലാം നമുക്കൊരു പച്ചക്കറി വിൽക്കാനാണോ ഒരു എന്തരത്തിന് ഉണ്ടാവും? അത് ഞങ്ങൾക്ക് ഈ വിഷുവിനും മിറ്റം നമ്മുടെ മിറ്റം നിറയെ സാധനങ്ങളായിരുന്നു. ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് അങ്ങനെ അത്ര ഇതിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കാത്തത് നമ്മള് തൊടുപുഴ പോയി കാർഡ്സിൽ അങ്ങനെയുള്ള വില കിട്ടുന്നിടത്ത് കർഷകരുടേതായ ഒരു വിപണിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെ തൊട്ട് ആലക്കോട് തൊട്ട് എവിടെ വേണേലും വിൽക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നെടുക്കും പണ്ടൊക്കെ, അല്ലെ അവിടെ എത്തിക്കും. പയറൊക്കെ അന്നേരം മിച്ചമുള്ളത് കൊടുക്കും. നമുക്ക് ആവശ്യത്തിന് കഴിഞ്ഞ് അയൽക്കാർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. ഇപ്പൊ അയൽക്ക ബന്ധങ്ങൾ കുറവല്ലേ, അവനവങ്ക കാര്യത്തിലുള്ള എല്ലാവർക്കും. വിപണന സാധ്യത വേണം, ഒരു ഫിക്സഡ് വില വേണം, കർഷകന് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ. പുതിയ നിലനിൽപ്പ് ഇതിനെ ഉറച്ചു പിടിച്ചു നിൽക്കണമെങ്കിൽ ആരോഗ്യം വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇത് ലോലായെന്തോ, നല്ല വെള്ള പാവയ്ക്ക. പാവയ്ക്ക അല്ല, ഒരു കയ്പുമില്ല, മധുരിച്ചിരിക്കും. ഞങ്ങൾ കഴിച്ചാൽ അത് എന്റെ കൈയുടെയാണെന്ന് അറിയത്തില്ല. ഇവരെല്ലാരും പാവയ്ക്ക കൂട്ടില്ലാത്തൊരു കൂട്ടും. നല്ലൊരു പ്രത്യേക ടേസ്റ്റാ. അപ്പൊ ഒരു സവാള എന്നാ അങ്ങനെ ആയിക്കോട്ടെ. പാവയ്ക്ക വരെ മധുരിക്കും. എല്ലാ തെങ്ങിന്റെയും കേട്ടോ ചൂട്ടിക്കൂടെ വഴുതനങ്ങ. ചേച്ചി, നമ്മൾ ഈ പച്ചക്കറിയുടെ വിത്തുകളൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത്? അത് വാങ്ങിക്കുക ചെയ്തത്. ആദ്യമൊക്കെ കുറച്ച് പാവല് അങ്ങനെ പയറു വിത്തൊക്കെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. പിന്നെ ഈ ചൊരക്ക ഇങ്ങനെയുള്ളതൊക്കെ നാടനായിട്ടുള്ള ചെറിയ ചൊരക്കയുണ്ട്, പഴയ കാലത്തുള്ളത്. അവനൊക്കെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ വലിയ ചൊരക്കയൊക്കെ വാങ്ങിയതാണ്. തെങ്ങ് എന്തായാലും ചെയ്യുന്നുണ്ട്. തെങ്ങ് ഒരു 100-150 എണ്ണത്തോളം വരും. 4 പറമ്പായിട്ടുണ്ടല്ലോ എല്ലായിടത്തും. ഇതിനകത്തൊരു 100-ടുത്തുണ്ടായിരിക്കണം. തെങ്ങ് നല്ല കൃഷിയാണോ? നല്ല കൃഷി എന്ന് പറഞ്ഞാൽ എന്തും ആസ്വദിച്ച് ചെയ്താൽ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിനകത്ത് ഇൻവോൾവ്മെന്റ് വേണം. നമ്മളതിനോട് സഹകരണം കാണിക്കുന്ന പോലെ ഇരിക്കും. മക്കളെ വളർത്തിയാലും അതിന് നമ്മൾ ഭക്ഷണം മാത്രം കൊടുത്താൽ ആകൂലല്ലോ. ഇപ്പം ഏതാണ്ട് ഒരു 78-80 വരെ തേങ്ങ വിറ്റിട്ടുണ്ടായിരുന്നു. 85. ഇപ്പൊ ഒരു 60-55. ശരിക്കും പറഞ്ഞാൽ കൃഷി ഒരു നല്ല ലാഭകരമായ കാര്യം. ലാഭകരമായെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. തെങ്ങ് ആദായകരമാണോ എന്ന് ചോദിച്ചാൽ
ഇപ്പം മനുഷ്യർ അംഗീകരിക്കുന്ന അല്ല എന്ന് തന്നെ പറയും. ചെള്ള കീടങ്ങൾ ഇതെല്ലാം കൊമ്പൻ ചെല്ലി കറുത്ത വണ്ട് ഇതെല്ലാം കുത്തി അവൻ തുറന്ന് അതിനകത്ത് കൊമ്പൻ ചെല്ലി മുട്ടയിട്ട് കഴിയുമ്പോഴത്തേന് ബക്കറ്റ് കണക്ക്, അതായത് ചൂരക്കൊട്ട കണക്ക് ഒരു പൂപ്പ വരും. അവൻ മണ്ട മറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കായ്ച്ചതാണേലും ഗുണമില്ലാതെ വരും. പക്ഷെ ഇപ്പം നമ്മളൊരു കുഞ്ഞിനെ ഉണ്ടായി അതിനെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു അതുപോലെ നോക്കി വളർത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ആദായകരവുമാണ്, ആനന്ദകരമാണ്, ആസ്വദിച്ച് ജീവിക്കാം. ഇപ്പം ഞാൻ വന്ന കാലം ഒരു 40 വർഷം മുമ്പായിട്ട് അതിന് മുമ്പേ പൂർവികരായിട്ടുള്ളതല്ലേ. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭൂമി ഞങ്ങൾ സ്വർഗമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പം തെങ്ങാണെങ്കിലും നമ്മളിപ്പോൾ അതിൻ്റെ ശുശ്രൂഷ അനുസരിച്ച് ഒരു കുഞ്ഞു കൊച്ചിനെ ചൊട്ടയിൽ കൊണ്ടുവരുന്ന പോലെ നോക്കി ഇതിന് ചെള്ള കീടങ്ങൾ ചൂട് തൊട്ട് ഈ കൊമ്പൻ ചെല്ലി വണ്ട ഇതെല്ലാം തുറന്ന് നശിപ്പിക്കും. ഇപ്പം നമ്മൾ തന്നെ കർഷകനും മേലാളനും ഇവിടെ പണിക്കിറങ്ങുമ്പോൾ ഞങ്ങൾ ബംഗാളി, വീട്ടിൽ ചെല്ലുമ്പോൾ മുതലാളി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്രോപ്പ് റൊട്ടേഷന്റെ ഒരു ഇപ്പം റബ്ബർ എന്ന് പറയുന്ന ഒരു ദീർഘകാല വിളയാണ്. ദീർഘകാല വിള. അതുപോലെ തെങ്ങ് ഇപ്പൊ കവുങ്ങാണെങ്കിലും ദീർഘകാല വിളയാണ്. റബ്ബർ വെച്ചാൽ നമുക്കൊരു റെസ്റ്റ് കൃഷിയായിട്ട് കണക്കാക്കാം. എന്ന് പറഞ്ഞാൽ അതിന് പുറകെ പിന്നെ നടക്കണ്ട. ഇത് നമ്മളിപ്പോഴും തന്നെ നമുക്കിതിൻ്റെ പുറകെ വിളവെടുക്കാൻ നടക്കണം, അത് പറമ്പ് ശുചിയാക്കണം. പല വൃക്ഷങ്ങളാണെങ്കിലും എപ്പോഴും നന വേണം, വിളവെടുക്കുന്ന കാലം വരെ എപ്പോഴും. ക്രോപ്പ് റൊട്ടേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഈ റബ്ബർ ജാതി തെങ്ങ് പോലുള്ള ദീർഘകാല വിളകളെ നമ്മൾ അങ്ങനെ മാറ്റുമ്പോൾ നമുക്കതൊരു പ്രോഫിറ്റ് അത് മാറ്റുന്നില്ലല്ലോ. അതൊരു ഏരിയ തിരിച്ചല്ലേ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഇപ്പം ജാതിയുള്ളിടത്ത് അത് ഇപ്പം കമുകതിന് ഇടവിള പോലെ വന്നു, അല്ലെങ്കിൽ തെങ്ങ് വന്നു. ഇപ്പൊ ഫലവൃക്ഷങ്ങൾ ഇപ്പൊ അതിന്റെ വിടവിലെ ഗ്യാപ്പിലൊക്കെ വരുന്നിടത്താണ് ഈ മംഗോസ്റ്റിൻ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ കമുകും തെങ്ങും മംഗോസ്റ്റിൻ, റംബൂട്ടാൻ, പ്ലാവ്, മാവ്, കപ്പില് മാവ് അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത്, കടയാനി, തേക്ക്, ഇതെല്ലാം തന്നെ എല്ലാം ഉണ്ട്. വന്യവൃക്ഷങ്ങൾ വരെ ഒരു ഏരിയയിലുണ്ട്. ഇത് പശുവിന് ഇവിടെയാണ് കിട്ടുന്നത്? പശുവിന് ഇവിടെയാണ് കിട്ടുന്നത്. അതിപ്പോ മഴക്കാലം ആരംഭിക്കാത്ത കാരണം പടുത വലിച്ചു കെട്ടി ശരിക്കും അവർക്ക് തണല് സംരക്ഷണം കൊടുക്കും. അപ്പൊ ഈ രാത്രി പകലും എല്ലാം ഇവിടെ നിൽക്കുമോ? രാത്രി പകലും ഇപ്പൊ ഇവിടുത്തെ കാട് തീരുന്നവരെ ഇവിടെ നിർത്തും. ആക്രമണമൊന്നുമില്ല ഇവിടെ, അങ്ങനെ ശല്യങ്ങളൊന്നുമില്ല. ഇവരിങ്ങനെ കൃഷിയിടത്തിന്റെ അവിടെ ഒരു പടുതായൊക്കെ വലിച്ചു കെട്ടി ഇവിടെ ഒരു മാറ്റൊക്കെ ഇട്ട് പശുക്കളെ പോത്തിനെയൊക്കെ ഇവിടെ കെട്ടും. എന്താണെന്ന് വെച്ചാൽ ഈ കൃഷിയിടത്തിലേക്ക് ആവശ്യമുള്ള ചാണകം മുഴുവൻ ഇവിടെ തന്നെ ശേഖരിക്കും. അതുകൊണ്ട് വലിയ ലാഭമുണ്ട് അല്ലെ? അതെന്താ ചേച്ചി ലാഭം അങ്ങനെ വന്നു കഴിഞ്ഞാൽ? ലാഭം എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ കിട്ടുന്ന ഒരു ഇതായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഈ പുല്ലിനെ നികത്തണം. അതായത് കാട് വെട്ടന്തരം കൊണ്ട് പുല്ല് വെട്ടിയാൽ ഒരറ്റം വെട്ടി തീരുന്നതിന് മുമ്പേ അതെടുത്തതാകും. അപ്പൊ ഇവരൊന്ന് അവിച്ചു നിന്ന് ഇവര് കഴിച്ചോളും. അവര് കഴിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ചാണകവും കിട്ടും. ജൈവവളത്തിനുള്ള എല്ലാം ആകുമല്ലോ. ചാണകം, മൂത്രം ഇതെല്ലാം ഉപയോഗിക്കും. എന്റെ ഭർത്താവ് മുന്നിൽ നിന്ന് ബാക്കിയെല്ലാം ചെയ്യുന്നു. അതായത് വേവി കണ്ടത്തിങ്ങര എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോ തന്നെ പറയുന്നത് ഉത്തമനായ ഒരു കർഷകൻ ആണോ എന്നാ നമ്മൾ പരിചയപ്പെട്ടില്ല. ചേട്ടായി നമ്മുടെ ചേട്ടായിയെ കൂടെ നമ്മൾ പരിചയപ്പെടണം. ഞാൻ ശരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് വന്ന ചേച്ചിയാണെങ്കിലും ഇതാണ് ചേട്ടായി, ഇദ്ദേഹമാണ് അല്ലേ? അതെ അതെ, നല്ല കർഷകൻ, മികച്ച കർഷകൻ. വർഷങ്ങളായിട്ട് കൃഷി തന്നെയാണോ ചെയ്യുന്നത്? ഇവിടുത്തുകാരനാണോ? അപ്പം അതെ, ഇവിടുത്തുകാരനാണ്. അപ്പം പിള്ളേരെ പഠിപ്പിച്ച ഇതെല്ലാം ഈ കൃഷിയിൽ നിന്ന് മാത്രമാണ്. അതായത് ഒരു കർഷകനെ സംബന്ധിച്ച് കഠിനാധ്വാനിയായ കർഷകൻ അവന്റെ വിളവെടുപ്പിന്റെ ഒരു മേഖലയാണിത്. കാർഷികം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനും അവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ വിപണനം ചെയ്യാനും നമ്മൾ മേഖല കണ്ടെത്തണം. വന്നിരിക്കുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ജയ് കിസാൻ ജയ് ജവാൻ. ഇപ്പം ജവാൻ അധികം അറിയപ്പെടുന്നില്ല, കർഷകനും അധികം അറിയപ്പെടുന്നില്ല. ബാക്കി മേഖലകളിലൊക്കെ ഇപ്പം സിനിമ മേഖലയിൽ എല്ലാവരും അറിയപ്പെടുന്നു, ചെറുതാണേലും വലുതാണേലും അറിയും. കാർഷിക മേഖലയിൽ ജവാനും കിസാനും വലിയ അറിയപ്പെടുന്നില്ല. മരിച്ചു കഴിയുമ്പം ജവാനെ അറിയും, കർഷകനെ അറിയുന്നില്ല. കർഷകനെ മരിച്ചു കഴിയുമ്പോൾ അറിയുന്നുണ്ട്. കടക്കണിയിലായിട്ട് കർഷകൻ അവന്റെ ബന്ധം അങ്ങനെയാണ്. എന്തായാലും എന്താ പറയുക, നമുക്ക് നല്ലൊരു എപ്പിസോഡാണ് ഇതിലൂടെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞത്. ഒരുപാട് അറിവുകൾ കാർഷിക മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർ പങ്കുവെച്ച് കഴിഞ്ഞു. അതുപോലെ എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വിടവാങ്ങുന്നു. ജോബിംഗ് എമാണ് ഈ സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമസ്കാരം.